ക്യാമറയിൽ ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ വരുമ്പോഴേ ക്ലിയർ ആണോ? ആക്ഷൻ ക്യാമറ. എങ്ങനെയെങ്കിലും വീട്ടിൽ കയറ്റാനുള്ള ഒരു ത്വരയാണ് ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ രൂപത്തിൽ ഇന്ന് കാലത്ത് വീടുകളിൽ ഇരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ മലയാളികളുടെ സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുറ്റമൊക്കെ അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് പണ്ടല്ല ഇപ്പോഴും അത് അനുവർത്തിച്ച് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആ പച്ചപ്പ് വീടിൻ്റെ അകത്തോട്ട് ഉള്ളിലേക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ അകത്തളങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഉള്ളിലോട്ടൊക്കെ കയറാൻ തുടങ്ങിയത്. അതൊരു വലിയൊരു ഭയങ്കര ഭംഗി കൂടിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ അകം പണ്ടത്തെ പോലെയുള്ള ഒരു മഡ് ഹൗസോ അല്ലെങ്കിൽ ലാട്രൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വീടുകളൊന്നുമല്ല. മൊത്തത്തിലെ സിന്തറ്റിക് മെറ്റീരിയൽസാണ്. ഇപ്പോൾ പെയിൻ്റ് ആയാലും എല്ലാതും നമ്മൾ കാണുന്ന സറൗണ്ടിങ് ഏരിയ മുഴുവൻ വീടിൻ്റെ അകത്തളം മുഴുവൻ ഒരു നാച്ചുറൽ പ്രകൃതിയല്ല. അപ്പോൾ അതെല്ലാം വരുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഒരു സോണാണ്. എയർ കണ്ടീഷണർ ആണെങ്കിലും ആധുനിക രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് നാച്ചുറൽ മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെയാണ്. ഈ പ്ലാന്റുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ ഒരു റിലാക്സേഷനും, പിന്നെ അത് മാത്രമല്ല ഇൻറ്റീരിയറിൽ ഇത് അവിടെ ഇവിടങ്ങളിലായിട്ട് ഇങ്ങനെ പച്ചപ്പായിട്ടിരിക്കുമ്പോൾ അതിനെ കാണുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ബിസിനസ് ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടിയതും ആളുകൾ കൂടുതൽ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പിന്നെ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. സ്വല്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ വെയിൽ കാണിക്കലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കാണിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു അത്യാവശ്യം കുറച്ച് നേരമൊക്കെ വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ടൊക്കെ ഒന്ന് കാണിച്ച് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.